ഈശ്വരറ്റം പ്രിയപ്പെട്ടവരെ, തിരുഷ്ട മീഡിയയിലേക്ക് സ്വാഗതം. ആത്മീയ വഴിയിൽ പുരോഗമിക്കുമ്പോൾ നമുക്ക് ഒരു ഏകദേശ രൂപമുണ്ട്. എന്താണ് നമ്മുടെ ദൈവവിളി? അത് ശാശ്വതമായൊരു വിരുന്നിൽ പങ്കുചേരാനാണ്, സ്വർഗീയ മഹത്വത്തിൽ പങ്കുചേരാനാണ്. ഈ ഒരു ബോധം നമുക്കെല്ലാവർക്കും സാമാന്യമായുള്ളതാണ്. എന്നാൽ അപ്രകാരമുള്ളൊരു യാത്ര എങ്ങനെയാണ് സാധ്യമാവുകയെന്നും ആത്മീയ ജീവിതത്തിൻ്റെ അനുഭവതലങ്ങൾ ഏതൊക്കെയാകാമെന്നും എങ്ങനെയാണ് ശാശ്വതമായ വിരുന്നിൽ നാം എത്തിച്ചേരുകയെന്നും സ്വർഗീയ മഹത്വം പ്രാപിക്കുകയെന്നും വ്യക്തമായൊരു ധാരണയും ബോധ്യവും നമുക്കുണ്ടാകണമെന്നില്ല. അത് അനുനിമിഷം നമ്മിൽ അനുഭവപ്പെടേണ്ടതും തിരിച്ചറിഞ്ഞ് മുന്നേറേണ്ടതുമായൊരു വഴിയാണ്. ആത്മീയത ഒരിക്കലും സ്ഥായീ ഭാവമുള്ള ഒന്നല്ല. എന്താണ് ആത്മീയത, എന്താണ് ഭൗതികത എന്ന് വേർതിരിക്കാനാവാത്ത വിധം ജീവിതം ഇഴുകിച്ചേർന്ന ഒന്നാണ്. നമ്മുടെ ഭൗമിക ജീവിതത്തിനകത്ത് നമ്മുടെ പ്രഥമമായ ലക്ഷ്യം ദൈവസന്നിധിയിൽ എത്തിച്ചേരുക എന്നാണെന്നും ശാശ്വതമായ വിരുന്നിൽ പങ്കുകൊള്ളാൻ കഴിയുക എന്നാണെന്നും ദൈവത്തെ സ്തുതിക്കുക എന്നുള്ളതാണെന്നും നമുക്ക് ധാരണയുണ്ടെങ്കിലും ജീവിത ക്രമീകരണം എപ്പോഴും അവഴിയാവണമെന്ന് നിർബന്ധമില്ല. അത് അനുദിനമുള്ള വളർച്ച കൊണ്ട് മാത്രം സാധിച്ചെടുക്കാവുന്നൊരു കാര്യമാണ്. നമ്മുടെ ജീവിതത്തിൽ നാം നേരിടുന്ന എല്ലാ ജീവിത യാഥാർത്ഥ്യങ്ങൾക്കകത്തും ഒളിഞ്ഞിരിക്കുന്ന ദൈവീക രഹസ്യങ്ങളെ തിരിച്ചറിയാൻ കഴിയും വിധം നമ്മെ ഉണർത്തേണ്ടത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. ആ പരിശുദ്ധാത്മാവിലുള്ള ആശ്രയത്വമാണ് നിരന്തരമായ വളർച്ചയിലേക്ക് നമ്മെ നയിക്കുക. ഒരു പിറവി തിരുനാളിനായി ഒരുങ്ങുമ്പോൾ ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ ആഗമനത്തെക്കുറിച്ചുള്ള പ്രത്യാശയും പ്രതീക്ഷയും നമ്മെ നയിക്കേണ്ടതുണ്ട്. ജീവിതത്തിൽ അനുനിമിഷം നമ്മൾ നേരിടുന്ന ജീവിത സാഹചര്യങ്ങൾക്കകത്ത് ക്രിസ്തുവിനെ പ്രകാശിപ്പിച്ച് മുന്നേറാൻ കഴിയുമ്പോൾ മാത്രമേ ആത്മാവിൽ ഉയർച്ചയുള്ള ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേരാൻ നമുക്ക് കഴിയും. നമുക്ക് നിരവധി വിശുദ്ധാത്മാക്കൾ അറിയാം, അവരുടെ പുണ്യമാതൃകകൾ അറിയാം, അവർ ചെയ്ത അത്ഭുതങ്ങളും അടയാളങ്ങളും അറിയാം. അനേകരെ അറിയാത്തവരായി ഉണ്ട് എന്നുള്ളത് മറ്റൊരു കാര്യം. ഈ അറിയാവുന്ന വിശുദ്ധരെ തന്നെ നാം മനസ്സിലാക്കിയിട്ടുള്ളത് പലപ്പോഴും അവരുടെ ജീവിതത്തിൽ അവർ പ്രവർത്തിച്ച ഏതെങ്കിലും തരത്തിലുള്ള അത്ഭുതങ്ങളും അടയാളങ്ങളുമായിരിക്കാം, അഥവാ അവർ നിഷ്കർഷ വെച്ച ഏതെങ്കിലും ഒരു പുണ്യമാതൃകയായിരിക്കാം. യഥാർത്ഥത്തിൽ വിശുദ്ധാത്മാക്കളുടെ ലക്ഷ്യമായിരുന്ന ക്രിസ്തുവിലുള്ള സമ്പൂർണത എത്രത്തോളം നമുക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് നാം ഇനിയും തിരിച്ചറിയാതെ പോകുന്നൊരു യാഥാർത്ഥ്യമാണ്. ഒരിക്കൽ വിശുദ്ധ ജോൺ ഓഫ് ദി ക്രോസിനെ കുറിച്ച് കേൾക്കാനിടയായി. വിശുദ്ധനെ കുറിച്ച് അധികമൊന്നും അറിവ് സാധാരണഗതിയിൽ ലഭ്യമല്ല. കാരണം ഈ വിശുദ്ധൻ അത്ഭുതങ്ങളുടെയും അടയാളങ്ങളുടെയും മധ്യസ്ഥനായി നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കപ്പെട്ട ഒരാളല്ല. നമുക്ക് ഏറ്റവും പ്രിയങ്കരമായി തോന്നുന്ന വിശുദ്ധാത്മാക്കളൊക്കെ അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കുന്നവരാണ്. നമ്മുടെ ചുറ്റുവട്ടത്ത് നിരവധി ദേവാലയങ്ങളിൽ നവനാൾ പ്രാർത്ഥനകളിൽ മധ്യസ്ഥരായി വരുന്ന വിശുദ്ധാത്മാക്കളെ കുറിച്ചുള്ള ബോധം നമുക്ക് ഏറെയുണ്ട്. അവിടെ പോലും നമ്മൾ അവരുടെ വിശുദ്ധ മാതൃകകളെക്കാൾ അവർ ചെയ്ത അത്ഭുതങ്ങളിലും അടയാളങ്ങളിലും ഒക്കെയാണ് ശ്രദ്ധ പതിക്കാറ്. സാധാരണഗതിയിൽ ഇത്തരത്തിലുള്ള ഒരു നടത്തം ക്രിസ്തുവിലേക്ക് എത്തിച്ചേരാൻ സഹായകരമല്ല എന്ന കാര്യം നാം വിസ്മരിച്ചു പോകുന്നു. അഥവാ അത്ഭുതങ്ങളും അടയാളങ്ങളും തേടുന്ന ഈ പ്രവണത യഥാർത്ഥ വിശ്വാസത്തിൽ നമ്മെ അകറ്റുന്നതാണെന്നും കേവല ഭക്തിയിൽ തളച്ചിടുന്നതാണെന്നുള്ള യാഥാർത്ഥ്യം നമുക്ക് പലപ്പോഴും അറിയാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് വാസ്തവം. മിസ്റ്റർ ജോൺ ഓഫ് ദി ക്രോസിനെ കുറിച്ച് അറിയാനിടയായപ്പോൾ ഉണ്ടായ ഒരു കാര്യം, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ മാതൃകയോ അത്ഭുതങ്ങളും അടയാളങ്ങളുമോ അദ്ദേഹം ചെയ്ത പ്രവൃത്തികളോ ഒന്നും തിരിച്ചറിയാൻ കഴിയാതെ പോയിരുന്നൊരു കാലത്ത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ പുലർത്തിയിരുന്ന ഒരു നിലപാട് വ്യക്തമായി ബോധ്യമായി. ആ നിലപാട് എന്നും അവനവനെ വെല്ലുവിളിക്കുന്ന ഒന്നായിട്ട് നിലനിന്ന് കണ്ടിട്ടുണ്ട്. മിസ്റ്റർ ജോൺ ഓഫ് ദി ക്രോസ് കർമ്മലീത്ത സഭയിൽ നവീകരണം കൊണ്ടുവരാൻ ശ്രമിച്ച ഒരു വിശുദ്ധാത്മാവാണ്. ഈ നവീകരണം കൊണ്ടുവരാൻ നടത്തുന്ന ശ്രമങ്ങളുടെ ഭാഗമായി ജോൺ നിരവധി തവണ പീഡിപ്പിക്കപ്പെട്ടു. സഭ അധികൃതരാൽ പീഡിപ്പിക്കപ്പെട്ടു. കർമ്മലീത്ത സഭയുടെ നിയമങ്ങൾക്കും ചട്ടങ്ങൾക്കും വിധേയമാകാതെ ഒരു നവീകരണ പ്രക്രിയയിലേക്ക് കാലെടുത്ത് വെക്കുന്ന ഒരു സന്യാസി അദ്ദേഹം അനുസരണത്തിൽ നിന്ന് വീണുപോകുന്നു എന്ന ധാരണ നിലനിർത്തിയിരുന്ന അന്നത്തെ കർമ്മലീത്ത സഭയുടെ അധികാരികൾ അദ്ദേഹത്തെ വളരെ ക്രൂരമായി പീഡിപ്പിച്ചു. പലപ്പോഴും മുട്ടുകുത്തി നിർത്തി ചമ്മട്ടിയടികൾ കൊടുക്കുകയും 4 അടി മാത്രം ചതുരമുള്ള ഒരു കുളിമുറിക്കകത്ത് അദ്ദേഹത്തെ അടച്ചിടുകയും ഭക്ഷണം അവിടേക്ക് ഇട്ടുകൊടുക്കുകയൊക്കെ ചെയ്തു. ഇത്തരത്തിലുള്ള ഭീകരമായ സാഹചര്യങ്ങളിലൂടെ അദ്ദേഹം കടന്നുപോയി. എന്തുകൊണ്ടാണ് ഒരു സന്യാസ സഭ ഇങ്ങനെ പീഡിപ്പിക്കുന്നതെന്ന് ചോദിച്ചാൽ, സന്യാസം സ്വീകരിക്കുന്ന ഒരാൾ, സാധാരണഗതിയിൽ പൗരോഹിത്യം സ്വീകരിക്കുന്ന ഒരാളും ഒരു സന്യാസിയും തമ്മിൽ വ്യത്യാസമുണ്ട്. സന്യാസ വൈദികന്റെ ഒരു പ്രത്യേകത, അദ്ദേഹം സമ്പൂർണ്ണ ഉപേക്ഷയിലൂടെ വരുന്ന ഒരാളാണ്. അദ്ദേഹം അനുസരണം പ്രഖ്യാപിക്കുന്നത് ദൈവത്തിനാണ്. അങ്ങനെ ദൈവത്തിന് അനുസരണം പ്രഖ്യാപിച്ച് എല്ലാം ഉപേക്ഷിച്ച് വീടും കൂടും വിട്ട് ഇറങ്ങിപ്പോരുന്ന ഒരാൾ ഭൗമികമായ
ഒരു സുരക്ഷിതത്വവും തേടാതെ പോകുന്ന ഒരാൾക്ക് സന്യാസ സഭ വിട്ടാൽ പിന്നെ അലഞ്ഞു തിരിയാൻ മാത്രമേ മാർഗമുള്ളൂ. അത്തരത്തിലായി പോകുമെന്നുള്ളത് കൊണ്ട് ഈ ആഘോഷമായ വ്രതമെടുത്ത സന്യാസ വൈദികനെ അവർ ഒരു കുളിമുറിക്കകത്ത് അടച്ചിടുകയാണ്, തടവിൽ പാർപ്പിക്കുകയാണ്. അങ്ങനെ തടവിൽ പാർപ്പിച്ചു. അദ്ദേഹം കർമ്മലിത്ത സഭയിൽ നിന്നും അദ്ദേഹം തന്നെ സ്ഥാപിച്ച നിഷ്പാദക കർമ്മലിത്ത സഭയിൽ നിന്നും തിരസ്കരണത്തിനും നിരവധിയായ ആക്ഷേപങ്ങൾക്കും പീഡകൾക്കും ഒക്കെ വിധേയനായി. അങ്ങനെ പീഡകളുടെയൊക്കെ അന്ത്യത്തിൽ അദ്ദേഹം മരണത്തോടെടുക്കുന്ന സമയത്ത് കത്തോലിക്ക സഭയുടെ അധികാരികൾ അദ്ദേഹത്തെ സമീപിക്കുന്നുണ്ട്. അങ്ങനെ സമീപിക്കുന്ന കത്തോലിക്ക സഭയുടെ അധികാരികൾ അദ്ദേഹത്തോട് ചോദിച്ചു, കർമ്മലിത്ത സഭ നിങ്ങളെ പീഡിപ്പിച്ചുവോ? ന്യായമായും അദ്ദേഹത്തോട് ചോദിച്ച ഈ ചോദ്യത്തിന് അദ്ദേഹം ഉത്തരം പറയേണ്ടത് ജീവിതാനുഭവങ്ങൾ വെച്ചുകൊണ്ടാണെങ്കിൽ പീഡിപ്പിച്ചു എന്ന ഒരൊറ്റ വാക്കാണ്. അങ്ങനെ ഒറ്റ വാക്കിൽ ഉത്തരം പറയാവുന്ന ഒരു കാര്യത്തിന് മിസ്റ്റർ ജോൺ ഓഫ് ദി ക്രോസ് പറയുന്ന ഉത്തരം വളരെ പ്രധാനപ്പെട്ടതാണ്. ക്രൈസ്തവരെന്ന നിലയ്ക്ക് നമ്മെ ഓരോരുത്തരെയും പ്രചോദിപ്പിക്കേണ്ട ഒരു ഉത്തരമാണ്. അദ്ദേഹം പറഞ്ഞത്, എനിക്ക് ദൈവം എൻ്റെ ജീവിതത്തിൽ നൽകിയ ഏറ്റവും ചെറിയ ഒരു ദൈവകൃപയ്ക്ക് പകരമായി 1000 ജന്മം 1000 തവണ ഇതിലേറെ പീഡിപ്പിക്കപ്പെട്ടാലും മതിയാവുകയില്ലായിരുന്നു എന്നാണ്. പീഡകളൊക്കെ സഹിച്ച് മരണത്തോടെടുക്കുന്ന ഒരാൾ തന്റെ ജീവിതാന്ത്യത്തിൽ താൻ അനുഭവിച്ച ക്ലേശങ്ങളെക്കുറിച്ച് പരാതിപ്പെടാതെ പറഞ്ഞ മറുപടി ഇതാണ്, എൻ്റെ ദൈവം എനിക്ക് തന്ന ഏറ്റവും ചെറിയ ഒരു ദൈവകൃപയ്ക്ക് പകരമായി 1000 ജന്മം 1000 വട്ടം ഇതിലേറെ പീഡകൾ സഹിച്ചാലും മതിയാവുകയില്ല. ദൈവത്തിന് പകരം കൊടുക്കാൻ തൻ്റെ കയ്യിൽ ഒന്നുമില്ലെന്ന ബോധ്യം, അല്ലെങ്കിൽ താൻ അനുഭവിച്ച ജീവിതാനുഭവങ്ങളും ക്ലേശങ്ങളുമൊക്കെ ദൈവം തന്ന ഏറ്റവും ചെറിയൊരു ദൈവകൃപയ്ക്ക് പകരമാകില്ല എന്ന ബോധ്യം വിശുദ്ധാത്മാവിനെ നയിച്ചു. യഥാർത്ഥത്തിൽ മിസ്റ്റർ ജോൺ ഓഫ് ദി ക്രോസിൽ തെളിഞ്ഞു കാണുന്ന ആത്മീയമായ സമാധാനത്തിന്റെയും അദ്ദേഹം എത്തിച്ചേർന്ന ഔന്നത്യത്തിന്റെയും അടയാളമാണ് ഈ വാക്ക്. നമ്മളൊക്കെ ജീവിതത്തിൽ പീഡകൾ സഹിക്കുന്നവരാണ്, ക്ലേശങ്ങൾ സഹിക്കുന്നവരാണ്, സങ്കടങ്ങളിലൂടെ കടന്നു പോകുന്നവരാണ്. ഈ സങ്കടങ്ങളും ക്ലേശങ്ങളും ഒക്കെ നൽകിയ ആളുകളെ കുറിച്ച് നമുക്ക് വ്യക്തമായ ബോധ്യം ഉണ്ടാകും. നാം ആദ്യം എല്ലാവരോടും ക്ഷമിച്ചു എന്നൊക്കെ പറയുന്നുവെങ്കിലും നമ്മൾ അനുഭവിച്ച ജീവിത വ്യതകളെക്കുറിച്ച് പറയുമ്പോൾ അറിയാതെ ഈ കഥാപാത്രങ്ങൾ വീണ്ടും രംഗത്ത് പ്രവേശം ചെയ്യും. എന്നിട്ട് അവരൊക്കെ നമ്മോട് കാട്ടിയ ക്രൂരതകളെക്കുറിച്ച് നമ്മൾ വർണ്ണിക്കാൻ തുടങ്ങും. കാരണം നമ്മുടെ ഹൃദയത്തിനകത്ത് നാം അനുഭവിച്ച ക്ലേശങ്ങളെ സംബന്ധിച്ച് ഇപ്പോഴും ഒരു ശമനം ഉണ്ടായിട്ടില്ല. അതെല്ലാം ദൈവിക പദ്ധതിയാണെന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല. ഇത്തരം ക്ലേശങ്ങളൊക്കെ നൽകിയ ദൈവം അതിനേക്കാൾ ഉപരിയായി നൽകിയിട്ടുള്ള കൃപകളുണ്ട് എന്ന കാര്യം പലപ്പോഴും നമുക്ക് ഓർക്കാൻ കഴിയാതെ പോകുന്നു. ദൈവം നൽകിയ നന്മകളെക്കുറിച്ചുള്ള ബോധ്യമില്ലാതെ പോകുന്നത് യഥാർത്ഥത്തിൽ നാം ദൈവോന്മുഖരല്ലാത്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ ആത്മീയ പാതയിൽ നാം നടക്കുന്നത് എങ്ങനെയാണെന്ന് തിരിച്ചറിയാതെ പോകലാണ്. 3 തരം മാർഗങ്ങളാണ് വിശുദ്ധ ജോൺ ദൈവത്തിലേക്കുള്ള പാതയായിട്ട് പറയുന്നത്. ഒന്ന് അധമപാതയാണ്, ഒന്ന് മധ്യമപാതയാണ്, ഒന്ന് ഉത്തമപാതയാണ്. അധമപാത എന്നാൽ ഭൗമിക നന്മകൾ അന്വേഷിച്ചുള്ള യാത്രയാണ്. ഈശ്വരേറ്റവും പ്രിയപ്പെട്ടവരെ, നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് നാം ഈ 3 പാതകളിൽ ഏതിലാണ് ഇപ്പോൾ ആയിട്ടുള്ളതെന്ന്. പ്രത്യേകമായി മിസ്റ്റർ ജോൺ ഓഫ് ദി ക്രോസ് പഠിപ്പിക്കുകയാണ്, ദൈവത്തിന്റെ ഉന്നത ഗിരിശൃംഗത്തിലേക്ക്, ദൈവം വസിക്കുന്നിടത്തേക്ക് ഒരു യാത്ര ആരംഭിക്കുമ്പോൾ ആ യാത്രയിൽ നാം തിരഞ്ഞെടുക്കുന്ന പാത ഏതാണ്? നാം തിരഞ്ഞെടുക്കുന്ന പാത ഉത്തമപാതയാണോ അധമപാതയാണോ മധ്യമപാതയാണോ? ഉത്തമപാത എന്ന് പറയുന്നത് ദൈവത്തിലേക്കുള്ള നേരിട്ടുള്ള പ്രവേശനമാണ്. ദൈവത്തിലേക്ക് അങ്ങനെ പ്രവേശിക്കാനുള്ള മാർഗത്തെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് നാം ഇന്ന് തിരഞ്ഞെടുത്തിട്ടുള്ള പാത ഏതാണെന്നും തിരിച്ചറിയണം. നമ്മുടെ ആത്മീയ ജീവിതം അടിസ്ഥാനപ്പെട്ടിട്ടുള്ളത് സ്വർഗോന്മുഖമായൊരു ജീവിതം ലക്ഷ്യമാക്കിയിട്ടാണോ? ക്രിസ്തു അനുരൂപരാകണം, അല്ലെങ്കിൽ യേശുവിൽ എത്തിച്ചേരണം, നിത്യസമാധാനത്തിൽ പ്രവേശിക്കണം, ദൈവത്തിന് തിരുമുഖം കാണണം, ദൈവികമായ സമാധാനത്തിൽ വസിക്കണം എന്ന പ്രതീക്ഷയാണോ നമുക്കുള്ളത്? അഥവാ ഈ ലോകത്തെ ജീവിതം സുരക്ഷിതമായി മുന്നോട്ട് നയിക്കണം എന്ന ചിന്തയാണോ? വിശ്വാസ ജീവിതത്തിൽ പുരോഗമിക്കുമ്പോൾ ഈ ഒരു തിരിച്ചറിവ് നമുക്ക് പലപ്പോഴും ഇല്ലാതായി പോകുന്നു. സാധാരണഗതിയിൽ നമ്മുടെ ഭൗമിക ജീവിതത്തെ സുരക്ഷിതമാക്കാനുള്ള ഒരു സുരക്ഷിത മാർഗമായി, അല്ലെങ്കിൽ ഭൗമിക നന്മകൾ പ്രതീക്ഷിക്കുന്നവരായിട്ടാണ് നമ്മൾ ജീവിക്കുക. അത് സൗഖ്യം നേടുന്ന കാര്യത്തിലായാലും ലോകത്തിന്റെ സുഖഭോഗങ്ങൾ നേടുന്ന കാര്യത്തിലായാലും ജീവിത സുരക്ഷയെ സംബന്ധിച്ച ഏതൊരു ബോധ്യവും നമ്മെ നയിക്കുന്നത് അധമപാതയിലൂടെയാണ്. കാര്യം കാണാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുക, അത് മോശപ്പെട്ട കാര്യമാണെന്ന് ഇപ്പോഴും പറയുന്നില്ല. കാര്യം കാണാൻ വേറെ ആരിൽ ആശ്രയിക്കാനാണ്, ദൈവത്തിലല്ലേ ആശ്രയിക്കാനുള്ളൂ എന്നതാണ് ഒരു കാര്യം. നാം ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു എന്തിനു വേണ്ടിയാണ്? നമ്മുടെ ജീവിതാവശ്യങ്ങൾ നിറവേറി കിട്ടാൻ വേണ്ടിയാണ്, ജോലി കിട്ടാൻ വേണ്ടിയാണ്, സമ്പത്തുണ്ടാകാൻ വേണ്ടിയാണ്, നിലനിന്ന് പോകാൻ വേണ്ടിയാണ്, കഷ്ടതകൾ മാറിക്കിട്ടാൻ വേണ്ടിയാണ്, അസമാധാനം മാറിക്കിട്ടാൻ വേണ്ടിയാണ്. ചുറ്റുപാടുകളെ എല്ലാം ക്രമീകരിക്കാൻ ദൈവികമായൊരു ഇടപെടൽ പ്രതീക്ഷിക്കാത്തവരായി സാമാന്യഗതിയിൽ ആരാണുള്ളത്? ഈ സാമാന്യഗതിയിലുള്ള അന്വേഷണം ഒരു അധമപാതയാണെന്നാണ് മിസ്റ്റർ ജോൺ ഓഫ് ദി ക്രോസ് പറയുക.
ഈ അധമപാത എങ്ങനെയാണ് നമുക്ക് മനസ്സിലാകുക? ഈ ലോകത്തെ കേന്ദ്രീകരിച്ചാണ് നമ്മളുടെ ചിന്ത മുഴുവനും. സ്വർഗോന്മുഖമായിട്ടല്ല നമ്മൾ ചിന്തിക്കുന്നത്. ഈ ലോകമാണ് നമ്മുടെ എല്ലാ പ്രാർത്ഥനകളുടെയും കേന്ദ്ര ബിന്ദുവായിട്ടുള്ളത്. എത്തിച്ചേരാൻ ഇഷ്ടപ്പെടുന്നൊരു കാര്യം ഏതാണ്? രക്ഷപ്പെടുക എന്ന് പറയുന്നതിന് പോലും നാം കാണുന്ന അർത്ഥം എന്താണ്? ഇപ്പൊ അമേരിക്കയിൽ ഒരാൾക്ക് ജോലി കിട്ടി, നമ്മൾ അയാളെക്കുറിച്ച് പറയുന്നത് എന്താ? അവൻ രക്ഷപ്പെട്ടു. സർക്കാർ സർവീസിൽ ഒരു നല്ല ജോലി കിട്ടി, നമ്മൾ അയാളെക്കുറിച്ച് പറയുന്നത് എന്താ? അയാൾ രക്ഷപ്പെട്ടു. ഭൗമികമായ സുരക്ഷിതത്വം ഉണ്ടായി, വീടും സമ്പാദ്യമൊക്കെ ഉണ്ടായി കഴിയുമ്പോൾ അയാളെക്കുറിച്ച് പറയുന്നത് എന്താ? അവൻ രക്ഷപ്പെട്ടു പോയി. യഥാർത്ഥത്തിൽ രക്ഷ എന്നതിനെ സംബന്ധിച്ച് നമുക്കുള്ള ബോധ്യത്തിന്റെ പരിമിതിയാണത് വെളിപ്പെടുത്തുന്നത്. നാം ഒരുപക്ഷെ സമ്പത്തുണ്ടാക്കാനുള്ള ഓട്ടത്തിലായിരിക്കണമെന്നില്ല, ജോലി കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നവരായിരിക്കണമെന്നില്ല, അമേരിക്ക പോകാൻ ആഗ്രഹിക്കുന്നവരാകണമെന്നില്ല. പക്ഷേ മൂല്യമായിട്ട് നമ്മൾ കാണുന്നത്, രക്ഷയായിട്ട് നമ്മൾ കാണുന്നത് ഭൗമികമായ സുരക്ഷിതത്വമാണ്. ഈ ലോകത്തിലെ സുരക്ഷിതത്വമാണ്. അത് സമ്പത്ത് കേന്ദ്രീകൃതമായ ഒന്നാണ്, സൗഭാഗ്യങ്ങൾ കേന്ദ്രീകൃതമായ ഒന്നാണ്. അങ്ങനെ സമ്പത്തും സൗഭാഗ്യങ്ങളും കേന്ദ്രീകൃതമായ ഒരു ലക്ഷ്യം ഹൃദയത്തിനകത്തുണ്ട്, അല്ലെങ്കിൽ ഒരു ബോധ്യം ഹൃദയത്തിനകത്തുണ്ട് എന്നതിനർത്ഥം ഭൗമിക നന്മകളിൽ തളച്ചിടപ്പെടുകയാണ് നാം. ഈ ഭൗമിക നന്മകൾ നമ്മെ ആകുലപ്പെടുത്തുന്ന പല ചിന്തകളിൽ നിന്നും മോചനം നൽകുന്നവയാണ്. നമ്മുടെ ആകുലതകൾ എന്താണ്? നാളെ എങ്ങനെ കഴിയും, എങ്ങനെ ജീവിക്കും, മുൻപോട്ട് എങ്ങനെ പോകും, വീട് എങ്ങനെ നിർമ്മിച്ചെടുക്കാൻ കഴിയും, എങ്ങനെയാണ് ഈ ലോകത്ത് നിലനിന്ന് പോകാൻ കഴിയുക എന്നതിനെക്കുറിച്ചുള്ള ഉത്കണ്ഠയാണ് പലപ്പോഴും നമ്മൾ ഭരിക്കുന്നത്. ഈ ഉത്കണ്ഠകൾ ദൈവത്തിൽ നിന്ന് നമ്മെ അകറ്റുന്നതാണെന്ന് വിശുദ്ധ പത്രോസിന്റെ ലേഖനം 5 മുതൽ 8 വരെയുള്ള തിരുവചനങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അവിടെ പറയുന്ന ഇതാണ്: നമ്മൾ ദൈവത്തിന്റെ സന്നിധിയിൽ താഴ്മയോടെ അല്ല നിൽക്കുന്നത്. നമ്മൾ എങ്ങനെ നിൽക്കുന്നത്? നമ്മൾ നിൽക്കുന്നത് താഴ്മയില്ലാതെയാണ്. അതുകൊണ്ടാണ് ദൈവത്തോട് നമ്മൾ കാര്യങ്ങൾ പറയാം, ജീവിത വ്യഗ്രതകൾ പറയാണ്, ആകുലതകൾ പങ്കിടുകയാണ്. ഈ ആകുലതകളൊക്കെ പങ്കിടുന്നതിന്റെ ലക്ഷ്യം എന്താ? ഇതൊക്കെ പരിഹരിച്ചു കിട്ടണം. അപ്പോൾ യഥാർത്ഥത്തിൽ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ പോലും നമ്മൾ വ്യഗ്രതയിലാണ്, നാളെ സംബന്ധിച്ച അസ്വസ്ഥതയിലാണ്. ഇങ്ങനെ ആയിരിക്കുമ്പോൾ തന്നെ താഴ്ത്തി നിർത്താൻ നമുക്ക് കഴിയുന്നില്ല. ദൈവിക പദ്ധതികൾ എന്താണെങ്കിലും സ്വീകരിക്കാമെന്ന നിലപാട് നമ്മുടെ ഹൃദയത്തിനില്ല. നമ്മൾ വിചാരിക്കുന്ന പദ്ധതികൾ നിറവേറി കിട്ടാൻ വേണ്ടി ദൈവത്തെ നമ്മൾ തേടുകയാണ്, അല്ലെങ്കിൽ ദൈവസമക്ഷം നമ്മൾ പ്രാർത്ഥിക്കുകയാണെന്ന് കരുതുന്നു. നമ്മുടെ ജീവിതം ഭൗമികതയിൽ കെട്ടപ്പെട്ടതായിട്ട് പോകുന്നു. ഒരിക്കൽ മിസ്റ്റർ ജോൺ ഓഫ് ദി ക്രോസിന്റെ ആശ്രമത്തിൽ അദ്ദേഹത്തിന്റെ കൂടെയുള്ള സന്യാസിമാർ ജോണിനെ കാണാൻ ചെന്നു. മുൻപോട്ട് പോകാൻ വഴിയില്ല, ജീവിതമാർഗമില്ല, എങ്ങനെ മുൻപോട്ട് പോകും? അങ്ങനെ എങ്ങനെ മുൻപോട്ട് പോകും എന്നതിനെ സംബന്ധിച്ച് പ്രാർത്ഥിക്കാനിരിക്കുന്നവർ ഇടയ്ക്ക് വെച്ച് ജോണിനോട് വന്നിട്ട് പറയുകയാണ്: പിതാവേ, ഞങ്ങൾ പുറത്തു പോയി ഭിക്ഷാടനം ചെയ്യട്ടെ. ജോൺ പറഞ്ഞു, പോയിരുന്നു പ്രാർത്ഥിക്കൂ. പോയിരുന്നു പ്രാർത്ഥിക്കൂ എന്ന് പറയുമ്പോൾ അവർ വീണ്ടും ദൈവസന്നിധിയിൽ പോകുന്നു. വ്യഗ്രതകളൊക്കെ അവരെ വീണ്ടും മൂടുന്നു. അവർ വീണ്ടും വന്ന് ജോണിനോട് ചോദിക്കുന്നു, ഞങ്ങൾ പുറത്തു പോയി ഭിക്ഷ യാചിക്കട്ടെ, നമുക്ക് എന്തെങ്കിലും കിട്ടാതിരിക്കില്ല. ജോൺ പറഞ്ഞു, പോയിരുന്നു പ്രാർത്ഥിക്കും. വീണ്ടും അവർ വരുമ്പോൾ ജോൺ അവർക്ക് അനുവാദം കൊടുക്കുന്നുണ്ട്. അങ്ങനെ അവർ ഭിക്ഷ യാചിക്കാനായി പോകുന്നു. ഭിക്ഷാടനം കഴിഞ്ഞ് തിരികെ എത്തുന്ന സന്യാസിമാർ വലിയ സന്തോഷത്തോടെ, ആഹ്ലാദത്തോടെ തങ്ങൾ നേടിയ നേട്ടത്തെക്കുറിച്ച് ജോണിനോട് പറയുകയാണ്: പിതാവേ, 10 സ്വർണ്ണ നാണയങ്ങൾ ഞങ്ങൾക്ക് ലഭിച്ചു. അത് നമുക്ക് കുറേ നാളത്തേക്ക് മതിയാവും. 10 സ്വർണ്ണ നാണയങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ജോൺ അവരോട് പറയുന്നത്, ദൈവസന്നിധിയിൽ നിങ്ങൾ പോയിരുന്ന് പ്രാർത്ഥിച്ചിരുന്നെങ്കിൽ 100-ലേറെ കിട്ടുമായിരുന്നു. ദൈവസന്നിധിയിൽ നിങ്ങൾ പ്രാർത്ഥിച്ചെങ്കിൽ 100-ലേറെ കിട്ടുമായിരിക്കുന്നു എന്ന് പറയുന്നത് ഭൗമികമായ നന്മകളിൽ പ്രതീക്ഷ വെച്ചുകൊണ്ടല്ല, ഭൗതികമായ പ്രശ്നത്തെ അതിജീവിക്കാൻ ആവശ്യമായ ആത്മീയ നന്മകൾ കൊണ്ട് നിങ്ങൾ നിറയുമായിരുന്നു, ദൈവാത്മാവിന്റെ ഫലങ്ങൾ നിങ്ങളിൽ നിറയുമായിരുന്നു എന്ന അർത്ഥത്തിലാണ്. അതുകൊണ്ട് ഈ അധമപാതയിലൂടെയുള്ള യാത്ര എത്രത്തോളം ആത്മാവിന് ഗുണകരമാണെന്നതിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കണം. നമ്മൾ ഇപ്പോഴും ആകുലപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ജീവിത ചുറ്റുപാടുകളൊക്കെ മാറിക്കിട്ടാൻ വേണ്ടിയുള്ള നിരന്തരമായ സമ്മർദ്ദമാക്കി പ്രാർത്ഥനയെ നമ്മൾ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. വ്യക്തികൾ മാറണം, സമ്പത്തുണ്ടാകണം, ജീവിത സാഹചര്യങ്ങൾ മാറണം, സുരക്ഷിതത്വം ഉണ്ടാകണം, അലച്ചിൽ അവസാനിക്കണം, സ്വസ്ഥത പ്രാപിക്കണം എന്നൊക്കെ നമ്മളിങ്ങനെ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ആഗ്രഹങ്ങളുടെയൊക്കെ അടിസ്ഥാനമായിട്ടുള്ളത് എന്താണെന്നറിയാമോ? നമ്മുടെ ആത്മാവിൻ്റെ ഒരു പ്രവൃത്തിയാണ്. നമ്മുടെ ആത്മാവ് ഒരു സ്വസ്ഥത നേടുന്നു, നമ്മുടെ ആത്മാവ് ഒരു ശാശ്വതത്വം നേടുന്നു, നമ്മുടെ ആത്മാവ് ഫലഭൂയിഷ്ടമായൊരിടം തേടുന്നു. യെരമ്യാ പ്രവാചകൻ 2-ാം അധ്യായത്തിൽ 7-ാം തിരുവചനത്തിൽ പറയുകയാണ്: നിങ്ങളെ ഞാൻ ഈ ദേശത്തേക്ക് കൊണ്ടുവന്നു, അത് നിങ്ങൾ ഈ ഫലങ്ങൾ അനുഭവിക്കാൻ വേണ്ടിയാണ്. ദൈവികമായ ഫലങ്ങൾ അനുഭവിക്കാൻ വേണ്ടിയാണ് ആത്മാവിൻ്റെ ഈ പ്രേരണ. നമ്മുടെ ഭൗമികമായ ദാഹങ്ങളൊക്കെ ആത്മാവിൻ്റെ ഒരു പ്രവൃത്തി കൂടിയാണ്. ഈ ആത്മാവിന്റെ പ്രവൃത്തി എന്താണ്? ശാശ്വതമായൊരിടത്ത് എത്തിച്ചേരാനാണ്, ഫലസമൃദ്ധമായ ദൈവത്തിന്റെ ഗിരിയിൽ എത്തിച്ചേരാനാണ്, അവിടെ ദൈവമുഖം കാണാനും ദൈവത്തെ സ്തുതിക്കാനുമാണ്. അവിടെയാണ് സ്വസ്ഥത.
വാസ്തവത്തിൽ ഭൗമികമായ നേട്ടങ്ങളൊന്നും സ്വസ്ഥതയിലേക്ക് നമ്മെ നയിക്കുന്നില്ലെന്ന് ജീവിതാനുഭവങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. നേടുന്ന നേട്ടങ്ങളൊന്നും ശാശ്വതമാകുന്നില്ല. നാം ഓടുന്ന ഓട്ടമൊന്നും പൂർത്തിയാകുന്നില്ല. എന്ത് നേടുമ്പോഴും കിട്ടാക്കനി അപ്പുറത്ത് നിൽക്കുകയാണ്. 10 നേടുമ്പോൾ 100 അപ്പുറത്ത് നിൽക്കും. അതുകൊണ്ടാണ് 10 കിട്ടുകിൽ 100 മതിയെന്നും ശതമാകിൽ സഹസ്രം മതിയെന്നും 1000 പണം കയ്യിൽ ഉണ്ടാകുമ്പോൾ വീണ്ടും ആഗ്രഹം വരികയാണ്. കിട്ടുന്നെന്തെങ്കിലും തൃപ്തിപ്പെടുത്തുന്നില്ല, നമ്മെ സ്വസ്ഥപ്പെടുത്തുന്നില്ല, സമാധാനം നൽകുന്നില്ല. ഭൗമികമായ നേട്ടങ്ങൾ ഒരിക്കലും നമ്മെ സമാധാനത്തിലേക്ക് നയിക്കുന്നില്ല, ശാശ്വതമായ അനുഭവത്തിലേക്ക് നയിക്കുന്നില്ല, ഫലദായകമായി നമ്മുടെ ജീവിതം മാറുന്നില്ല. ഇത് അനുഭവം കൊണ്ട് തന്നെ അറിയാവുന്നവരാണ് നമ്മൾ. ഏതെങ്കിലും ഒരു നേട്ടം നമ്മെ സ്വസ്ഥപ്പെടുത്തിയിട്ടുണ്ടോ? ജോലി കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നു, ജോലി കിട്ടുന്നു. ജോലി കിട്ടുമ്പോൾ നാം ആഗ്രഹിക്കുന്നത് ഉയർന്ന വേതനം വേണം, ഉയർന്ന ജോലി വേണമെന്നാണ്. ആ ഉയർന്ന ജോലിയിലേക്ക് എത്തുകയും ഉയർന്ന സമ്പാദ്യം ഉണ്ടാകുകയും ചെയ്യുമ്പോൾ വീണ്ടും ജീവിതം നമ്മുടെ മുൻപിൽ സമ്മർദ്ദങ്ങൾ കൊണ്ടുവരുന്നു, കൂടുതൽ ആവശ്യങ്ങൾ കൊണ്ടുവരുന്നു. അപ്പോഴും പോരാ 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 എന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ജീവിതത്തിന്റെ അറ്റം വരെ നാം തേടുന്ന വഴിയിലൊക്കെ ഈ ആർത്തി നമ്മെ ഭരിക്കാൻ തുടങ്ങുന്നു. ആർത്തി ഭരിക്കുക എന്നല്ലാതെ ഒരിക്കലും തൃപ്തി നമ്മെ സമാധാനപ്പെടുത്തുന്നില്ല. സമ്പൂർണമായ തൃപ്തിയും ആനന്ദവും നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നില്ല. നമ്മുടെ ജീവിതം നിരന്തരമായ ഒരു തേടലിൻ്റെതായി മാറുന്നു. ഈ തേടൽ അവസാനിച്ച് നേടലിൻ്റെ അല്ലെങ്കിൽ ദൈവസന്നിധി പ്രാപിക്കുന്നതിൻ്റെ അനുഭവം ഭൗമിക ജീവിതം നമുക്ക് നൽകുന്നില്ല. കാരണം യഥമപാതയിലാണ് നമ്മുടെ മുന്നേറ്റം. ഒരു നിമിഷം കൊണ്ട് ഇതൊക്കെ ഉപേക്ഷിച്ച് ദൈവത്തിന്റെ ശൂന്യതാമാർഗത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയും എന്നൊരു പ്രതീക്ഷയൊന്നും വേണ്ട. ഈ സമ്മർദ്ദങ്ങളുണ്ട്, ആവശ്യങ്ങളുണ്ട്, ജീവിത ചുറ്റുപാടുകളുണ്ട്. അവയ്ക്കകത്ത് പരമമായ ലക്ഷ്യമായി ക്രിസ്തുവിനെ കാണാനും അവനിലേക്ക് എത്തിച്ചേരാനുള്ള മാർഗമായി ജീവിതത്തെ തിരിച്ചറിയാനും എത്രത്തോളം നമുക്ക് ആകുമെന്നാണ് പരിശോധിക്കേണ്ടത്. ഇതൊരു ആലോചനയായിട്ട് ഹൃദയത്തിൽ വെക്കണമെന്നാണ് ഞാൻ പറയണേ. ഇത് ഇപ്പൊ തന്നെ കേട്ടിട്ട് ഇതേപോലെ ആയിത്തീരാമെന്ന് വിചാരിക്കുകയല്ല വേണ്ടത്. അല്ലെങ്കിൽ താടി വളർത്തി കാവി ഇട്ടാൽ ആകാവുന്നതല്ല ഈ ജീവിതമെന്ന് തിരിച്ചറിയണം. വസ്ത്രം മാറുന്നത് കൊണ്ടോ നിങ്ങളുടെ രൂപമാറ്റം വരുന്നത് കൊണ്ടോ എന്തെങ്കിലും ഭൗമികമായ നടപടികൾ സ്വീകരിക്കുന്നത് കൊണ്ടോ ഹൃദയം ഇപ്രകാരം ഒരു ശാശ്വതമായ സമാധാനത്തിൽ എത്തിച്ചേരുമെന്ന ധാരണ വേണ്ട. വേഷഭൂഷാദികൾ മാറിയതുകൊണ്ടോ ജീവിതചര്യകൾ മാറിയതുകൊണ്ടോ ഏതെങ്കിലും തരത്തിലൊക്കെ പരിത്യാഗിയാണെന്ന മട്ടി ജീവിച്ചതുകൊണ്ടോ എത്തിച്ചേരാവുന്നൊരിടമല്ല അത്. ഒരു തിരിച്ചറിവിന്റെ ഫലമായി ഹൃദയബോധ്യമുണ്ടായി നമ്മുടെ ജീവിതത്തിന്റെ അടിസ്ഥാന നിലപാടുകൾ മാറാൻ പരിശുദ്ധാത്മാവിൽ നമുക്ക് സാധ്യമാകുമ്പോൾ മാത്രമേ വ്യക്തമായി ആത്മീയമായ വഴിയിലേക്ക് പ്രവേശിക്കാൻ നമുക്ക് കഴിയൂ. ഈ അധമപാതയെ കൈവിടാൻ നമുക്ക് കഴിയൂ. കുഞ്ഞുനാള് തൊട്ടുള്ള ഓട്ടം വെച്ച് നോക്കിയാൽ നമുക്കറിയാൻ പറ്റും. ഈ ഓടി 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 നേടി വീണു അങ്ങനെയുള്ള ഓട്ടം ഒരിക്കലും ശാശ്വതമായ തൃപ്തിയിൽ എത്തിച്ചേരുന്നില്ല. ഭക്ഷണം നിങ്ങളെ തൃപ്തിപ്പെടുത്തുന്നില്ല. എത്ര നാളായി ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയിട്ട്? എത്ര തവണയായി രുചികരമെന്ന് കരുതുന്ന ഭക്ഷണം നമ്മൾ വീണ്ടും വീണ്ടും കഴിക്കുന്നു? എന്തുകൊണ്ടാണ് അങ്ങനെ കഴിക്കുന്നത് ഒരിക്കലും നമുക്ക് തൃപ്തി കിട്ടിയിട്ടില്ലെന്നുള്ളത് കൊണ്ടാണ്. ഒരു പ്രാവശ്യം കഴിച്ച ഭക്ഷണം മറ്റൊരിടത്ത് വേറെ കിട്ടുമ്പോൾ നമ്മൾ ആലോചിക്കുന്നത് ഇതിനേക്കാളത് മെച്ചപ്പെട്ടതായിരിക്കുമോ എന്ന പ്രതീക്ഷ നമുക്കുണ്ടാകുകയാണ്. രുചിബോധം നമ്മളെ വീണ്ടും വീണ്ടും മുന്നോട്ട് നയിക്കുന്നു. ഭക്ഷണം വിശപ്പിനുള്ളതല്ലെന്നും രുചിക്കുള്ളതല്ലെന്നും അത് ജീവൻ നിലനിർത്താൻ വേണ്ടിയുള്ളതാണെന്നൊരു ബോധ്യം നമ്മെ ഇതുവരെ ഭരിച്ചിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഭക്ഷണം അത്യാവശ്യത്തിന് കഴിച്ചാൽ മതിയാകുമായിരുന്നു. പക്ഷേ ഭക്ഷണം വീണ്ടും വീണ്ടും നമ്മെ പ്രലോഭിപ്പിക്കുന്നു. ഭൗമികമായ എല്ലാ സാഹചര്യങ്ങളും നിരന്തരം സമ്മർദ്ദപ്പെടുത്തുന്നത് അവയിലൊന്നും നമുക്ക് തൃപ്തി ഉണ്ടാകുന്നില്ല എന്നുള്ളത് കൊണ്ടാണ്. തൃപ്തിയായാൽ പിന്നെ ആ വഴിയെ നമ്മൾ പോവില്ല. നേട്ടം നേടിക്കഴിഞ്ഞാൽ പിന്നെയും ഓടേണ്ടതില്ല. വിജയം വരിച്ച ഒരാൾ 100 മീറ്റർ ഓടി ഫിനിഷിംഗ് പോയിന്റിലെത്തിയാൽ വീണ്ടും അയാൾ അവിടെ ഒന്നും ഓടുന്നില്ലല്ലോ. കാരണം അയാൾ ഫിനിഷിംഗ് പോയിന്റിലെത്തി വിജയിച്ചു. വിജയി പിന്നെ മുൻപോട്ട് പ്രയാണം ചെയ്യേണ്ടതില്ല. പക്ഷേ നമുക്കൊരിക്കലും ജീവിതത്തിൽ ഓട്ടം നിർത്താനാകുന്നില്ല. നമ്മുടെ ഓട്ടം അവസാനിക്കുന്നില്ല. കാരണം നമ്മുടെ ഓട്ടം ലക്ഷ്യത്തിലെത്തുന്നില്ല. അതുകൊണ്ട് ഭൗമികമായ ഓട്ടം, ഭൗമികമായ താല്പര്യങ്ങൾ ഒരു അധമപാതയാണ്. അതൊരിക്കലും ദൈവസന്നിധിയിൽ എത്തിച്ചേരുന്നില്ല. മധ്യമത്തിൽ കുടുങ്ങും. മധ്യഭാഗത്തെത്തുമ്പോൾ അവസാനിക്കും. അതുകൊണ്ടാണ് ആത്മീയ വഴിയാണെന്ന് കരുതി നാം ഓടുന്ന ഓട്ടങ്ങളൊന്നും പരിപൂർണതയിൽ എത്തിച്ചേരാത്തത്, അല്ലെങ്കിൽ സ്വസ്ഥതയിലേക്ക് പ്രവേശിക്കാത്തത്, സമാധാനത്തിൽ എത്തിച്ചേരാത്തത്. നാം ഓടുന്നത് ഈ അധമപാതയിലൂടെ ആയതുകൊണ്ടാണ്. നമ്മുടെ വ്യക്തി ജീവിതത്തെ പരിശോധിക്കണം. ഇന്ന് വരെ പ്രാർത്ഥിച്ചിട്ടുള്ളത് കാര്യങ്ങൾ കാണാൻ വേണ്ടിയാണോ, അല്ലെങ്കിൽ ദൈവമേ നിന്റെ ആത്മഫലങ്ങൾ നിറയുന്നൊരു അനുഭൂതിയിലേക്ക്, ഒരവസ്ഥയിലേക്ക്, ആത്മദാനങ്ങൾ കൊണ്ട് നിറഞ്ഞൊരവസ്ഥയിലേക്ക്, ശാശ്വതമായി നിന്റെ സന്നിധിയിലാണെന്ന സമാധാനത്തിന്റെ ബോധത്തിലേക്ക്, ഒരു മൗനാവസ്ഥയിലേക്ക്, ഒരു നിസ്സംഗഭാവത്തിലേക്ക്, നിന്നിൽ എത്തിച്ചേർന്നതിന്റെ സമാധാന പൂർണ്ണതയിലേക്ക് എനിക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞിട്ടുണ്ടോ?
ഞാൻ ഒരിക്കലും അത് തേടിയിട്ടില്ല. ഞാൻ തേടിയതൊക്കെ ഭൗമികതയിലുള്ള സമാധാനമാണ്. വീടുണ്ടായാൽ സമാധാനമാകും എന്ന് ധരിച്ചു. വീടിനകത്ത് കയറിയപ്പോഴാണ് അസമാധാനങ്ങൾ ആരംഭിച്ചത്. അപ്പൊ ഈ വീട്ടിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടെന്നായി ചിന്ത. പിന്നെ ആ കുഴപ്പം പരിഹരിക്കാനായി ഓട്ടം. ജോലി കിട്ടിയാൽ തൃപ്തിയാകുമെന്ന് കരുതി ജോലി കിട്ടിയപ്പോഴാണ് മനസ്സിലാകുന്നത് ഈ ജോലി തൃപ്തികരമല്ല, ഇത് ചെയ്തിട്ട് തൃപ്തി ലഭിക്കുന്നില്ല, സായുജ്യാനുഭവത്തിലേക്ക് പ്രവേശിക്കാൻ പറ്റുന്നില്ല, വീണ്ടും വേറെ ജോലി കിട്ടുമോ എന്ന് അന്വേഷിക്കുകയാണ്. അതല്ലെങ്കിൽ ഭൗമികമായ സുഖങ്ങൾ ഓരോന്നും മാറി മാറി പരിശോധിച്ചു നോക്കുകയാണ്. എന്ത് ചെയ്താലാണ് സ്വസ്ഥപ്പെടുക, എവിടെയാണ് വീണ്ടും ഒരു അന്വേഷണം ഇല്ലാത്ത വിധം സ്വസ്ഥതയിൽ നിത്യതയിൽ എത്തിച്ചേർന്നു എന്ന ബോധ്യം ഉണ്ടാകുക. അതുകൊണ്ട് ഇതൊരു മധ്യമത്തിൽ എത്തിച്ചേരുന്ന, ഇതൊരിക്കലും പരിപൂർണതയിൽ എത്തിച്ചേരാത്തൊരു മാർഗമായിട്ട് കാണണം. ഇത് ഒരു കേവല വിശ്വാസമാണ്. ക്രിസ്തുവിലുള്ള യഥാർത്ഥ വിശ്വാസവുമായി ഇതിന് ബന്ധമില്ല. ആത്മഫലങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന, ആത്മദാനങ്ങൾ കൊണ്ട് പരിപുഷ്ടമാകുന്ന സ്വർഗീയമായൊരു വിരുന്നിൽ എത്തിച്ചേരുന്ന ഒരു അനുഭവം ഈ ഭൗമികമായ പാത നമുക്ക് നൽകില്ല. അതുകൊണ്ട് ഭൗമികമായ ആവശ്യങ്ങളെക്കുറിച്ച് പ്രാർത്ഥിക്കുന്നത് തെറ്റാണെന്നോ, ഭൗമികമായ ആവശ്യങ്ങൾ തീർത്തും മോശമാണെന്നോ, അവഗണിക്കപ്പെടാവുന്നതാണെന്നോ അല്ല പറഞ്ഞതിന്റെ അർത്ഥം. പരമമായ ലക്ഷ്യം ക്രിസ്തുവിലാകണം, പരമമായ ലക്ഷ്യം അവനിലേക്ക് തിരിയുന്നതാകണം. ആത്മഫലങ്ങൾ നിറഞ്ഞ് ശാശ്വതമായ വിരുന്നിൽ പങ്കുചേരാൻ ഇടയാക്കണമേ എന്ന ഒരു ബോധം ഹൃദയത്തിൽ നിരന്തരം നിലനിർത്തണം. അപ്പോഴാണ് ഭൗമികമായ നേട്ടങ്ങളുടെ പരിമിതി മനസ്സിലാകുക. നാം നേടുന്ന നേട്ടങ്ങളൊന്നും പരിപൂർണമല്ലെന്നും ഇതിലൂടെയൊക്കെ നമുക്ക് എത്തിച്ചേരാവുന്ന ഒരു മാർഗമുണ്ടെന്നും ആ എത്തിച്ചേരാനുള്ള മാർഗമാകട്ടെ ഇത് ഉപേക്ഷിക്കലാണെന്നും തിരിച്ചറിയാൻ പറ്റും. വിശുദ്ധ ലൂക്കാസ് സുവിശേഷത്തിൽ 5-ാം അധ്യായത്തിൽ 1 മുതൽ 11 വരെയുള്ള തിരുവചനങ്ങളിൽ സ്ലീഹന്മാർ യേശുവിനെ തങ്ങളുടെ പടവിൽ കയറ്റി നിർത്തി സംസാരിക്കുന്നതും അവൻ പറയുന്നത് കേൾക്കുന്നതും, ഒടുവിൽ യേശു വള്ളത്തിന്റെ വലത്തു ഭാഗത്ത് വലയെറിയാൻ പറയുന്നതും, രാത്രി മുഴുവനും അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടാത്തവർക്ക് വള്ളം നിറയെ മത്സ്യം കിട്ടുന്നതും ഒക്കെ നമുക്ക് കാണാം. ആ മത്സ്യം കിട്ടി കർത്താവിന്റെ സന്നിധിയിൽ പത്രോസ് പ്രണമിക്കുന്നു. ശേഷം സംഭവിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാറില്ല. അവർ തങ്ങൾക്ക് ലഭിച്ച ഈ മത്സ്യസമ്പത്ത് ഉപേക്ഷിച്ച് ക്രിസ്തുവിനെ അനുഗമിക്കുന്നു. തങ്ങൾക്ക് ലഭിച്ച ഈ മത്സ്യസമ്പത്തിനെ ഉപേക്ഷിച്ച് ക്രിസ്തുവിനെ അനുഗമിക്കുമ്പോഴാണ് അവർ പരിപൂർണതാ മാർഗത്തിലേക്ക് പ്രവേശിക്കുന്നത്. അതുവരെയുള്ള കാര്യങ്ങൾ യഥാർത്ഥത്തിൽ അതിനുള്ള അവസരങ്ങൾ മാത്രമായിരുന്നു, അതിനുള്ള സാധ്യതകൾ മാത്രമായിരുന്നു. അങ്ങനെ പ്രവേശിക്കാൻ അവർക്ക് കരുത്ത് നൽകുന്ന അനുഭവങ്ങൾ മാത്രമായിരുന്നു എന്ന കാര്യം നമ്മൾ ഓർക്കണം. നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന നേട്ടങ്ങളാകട്ടെ കോട്ടങ്ങളാകട്ടെ ഇത്തരം അവസരങ്ങളാണെന്നും സാധ്യതകളാണെന്നും അവ നമ്മെ നയിക്കേണ്ടത് നിത്യമായ രക്ഷയിലേക്കാണെന്നും ക്രിസ്തു അനുഗമനമാണ് പരമപ്രധാനമെന്നും തിരിച്ചറിയാൻ നമുക്ക് കഴിയണം. ഇതാണ് അധമപാത. രണ്ടാമത്തെ പാത മധ്യമപാതയാണ്. അത് സ്വർഗീയ നന്മകൾ അന്വേഷിക്കലാണ്. വളരെയധികം പേർ ആത്മീയതയെ പുരോഗമിക്കുന്ന ആളുകൾ ഒരു മധ്യമപാത അന്വേഷിക്കുന്നുണ്ട്. സ്വർഗീയ വരദാനങ്ങൾ കൊണ്ട് നിറയാൻ, ആത്മാഭിഷേകം കൊണ്ട് നിറയാൻ, അനുഭൂതിയുടെ ലോകത്ത് ജീവിക്കാനൊക്കെ ആഗ്രഹിക്കുന്ന ആളുകൾ. വരദാനങ്ങൾ ഉണ്ടാകുന്നു, അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കാൻ കഴിയുന്നു, സംസാരിക്കാൻ കഴിയുന്നു. ഇതൊക്കെ പരമപ്രധാനമാണെന്ന് കരുതി ദൈവമേ ഈ വരദാനങ്ങൾ കൊണ്ട് നിറയ്ക്കണമേ എന്ന് നിരന്തരം അഭിലഷിച്ചുകൊണ്ട് സ്വർഗീയ അനുഭൂതികൾ തേടുന്നവരായിട്ട് മാറുന്നു. പ്രാർത്ഥനാ വേളയിൽ ഉയർന്നു പൊങ്ങുന്നതോ കുളിരണിയുന്നതോ അത്ഭുതകരമായ ഒരു മാനസിക തലത്തിലേക്ക് വരുന്നതോ ദൈവസ്വരം കേൾക്കുന്നതോ അങ്ങനെ അനുഭൂതിദായകമായ അവസരങ്ങൾ ഉണ്ടാകുമോ എന്ന് പ്രതീക്ഷിച്ച് നിരന്തരം പ്രാർത്ഥനയിൽ വ്യാപരിക്കുന്ന അനേകരുണ്ട്. മോശപ്പെട്ട കാര്യമാണെന്നല്ല, പക്ഷേ അതും മധ്യമപാതയാണ്. ഭൗമികമായ നേട്ടങ്ങളും സ്വർഗീയമായ നേട്ടങ്ങളും ഉപേക്ഷിക്കാവുന്ന, ഇതിലൊന്നുമല്ല കാര്യമെന്ന് പറയാവുന്ന ഒരു ഹൃദയബോധ്യം നമുക്കുണ്ടാകണം. നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ ഏറ്റവും എളുപ്പത്തിൽ ഒരു കാര്യം പറയുമ്പോൾ മനസ്സിലാവും. പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ചു വെച്ചിരിക്കുന്നു. പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ചു വെച്ചിട്ട് കണ്ണടച്ച് പ്രാർത്ഥിക്കുന്നവർ പലപ്പോഴും പ്രാർത്ഥിക്കുന്നത് കർത്താവെ നിന്നെ ഒന്ന് കാട്ടിത്തരണമേ എന്നാണ്. വളരെ ഭംഗിയായി കാണപ്പെടാത്ത ദൈവകൃപ കാണപ്പെടുന്ന അടയാളമായി പരിശുദ്ധ കുർബാനയായി മുമ്പിലിരിക്കെ ഒരു ക്രിസ്തുവിനെ നാം വേറെ പ്രതീക്ഷിക്കുന്നുണ്ട്. ഒരു ദർശനത്തിൽ, ഒരു കാഴ്ചയിൽ, ഒരു അനുഭൂതിയിൽ നീ ഒന്ന് വരണമേ. എന്തുകൊണ്ടാണ് ഒരു ദർശനത്തെയും ഒരു അനുഭൂതിയെയും നമ്മൾ കാക്ഷിക്കുന്നത്? ഒരു ഭാഗത്ത് കുറെ ആളുകൾ ഭൗമികമായ നേട്ടങ്ങൾ തരണമേ എന്ന് അപ്പോഴും യാചിച്ചുകൊണ്ടിരിക്കുന്നു. സ്വർഗീയ നന്മകൾ അന്വേഷിക്കുന്ന കുറെ ആളുകൾ ഒരു അനുഭൂതി, ഒരു ദർശനം, ഒരു ദൈവസ്വരം, ഒരു കർത്താവിൻ്റെ ഇടപെടൽ, ഒരു ശാരീരികതയുള്ള അനുഭവം, ഇന്ദ്രിയപരമായൊരു അനുഭവം അപ്പോഴും പ്രതീക്ഷിക്കുന്നു. ഒരിക്കൽ ഒരു ധ്യാന കേന്ദ്രത്തിൽ ധ്യാനം നടക്കുന്ന അവസരത്തിൽ കുർബാന അർപ്പിക്കപ്പെടുകയാണ്.
അങ്ങനെ ധ്യാനം നടക്കുന്ന സമയത്ത് കുർബാന അർപ്പിക്കപ്പെടുമ്പോൾ പരിശുദ്ധ കുർബാന എടുത്തുയർത്തിയിട്ട് പുരോഹിതൻ പറയുന്നു, നിങ്ങൾ കണ്ണടയ്ക്കുക, എന്നിട്ട് ക്രിസ്തുവിനെ കാണാൻ പ്രാർത്ഥിക്കുക. കണ്ണ് തുറന്ന് കാണാവുന്ന ഒരു യാഥാർത്ഥ്യമായി പരിശുദ്ധ കുർബാനയെ ഉയർത്തിപ്പിടിച്ചിട്ട് നിങ്ങൾ കണ്ണടച്ച് പ്രാർത്ഥിക്കുക കാണാൻ വേണ്ടി എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താണ്? അവിടെ സ്വന്തം ഇച്ഛകളെ പൂർത്തീകരിക്കാൻ വേണ്ടി ഒരു സ്വർഗീയ നന്മയെ അനുഭവപ്പെടുത്തണമേ എന്ന യാചനയാണ്. വാസ്തവത്തിൽ ഒരു യാഥാർത്ഥ്യത്തെ നേരിടാൻ കഴിയാതെ, യാഥാർത്ഥ്യത്തിലുള്ള ഒന്നിനെ അംഗീകരിക്കാൻ കഴിയാതെ, നിന്നെ ഇങ്ങനെ കാണുമ്പോഴും കർത്താവായിട്ട് ഞാൻ അംഗീകരിക്കുന്നു, ഞാൻ ആരാധിക്കുന്നു, ഈശോയെ ഈ അപ്പത്തിൽ നീയുണ്ട്, ഈ അപ്പത്തിൽ ഞാനുമുണ്ട്, നാം ഒന്നായിരിക്കുന്നു ദൈവമേ, അവിടുന്ന് എന്നെ ഈ സ്പർശനാനുഭവത്തിലേക്ക് നയിക്കണമേ, ഹൃദയപരമായ ബോധ്യത്തിലേക്ക് നയിക്കണമേ, നിന്നിൽ എന്നെ അലിയിക്കണമേ എന്ന് ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കുന്നതിന് പകരം ഒരു സ്വർഗീയ നന്മയെ പ്രതീക്ഷിക്കുന്നു, ഒരു സുഗന്ധമുണ്ടാകാൻ കാത്തിരിക്കുന്നു, ഒരു വെളിപാടുണ്ടാകാൻ കാത്തിരിക്കുന്നു. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? അതിനർത്ഥം ഇതാണ്, ഈ പറഞ്ഞ അനുഭൂതിപരമായ ലോകത്തേക്ക്, ഇന്ദ്രിയപരമായ ലോകത്തേക്ക് തന്നെ വളച്ചു നിർത്തുകയാണ്. ഇവിടെയും ഈ മധ്യമപാതയും സ്വർഗീയ നന്മയിൽ എത്തിച്ചേരുന്നില്ല, അല്ലെങ്കിൽ ദൈവത്തിന്റെ ഗിരിശൃംഗത്തിലേക്ക് എത്തിച്ചേരുന്നില്ല. മിസ്റ്റർ ജോൺ അത് പറയുന്നുണ്ട്. ഇവിടെയൊക്കെ ശൂന്യതാ മാർഗം പാലിക്കണമെന്നാണ് ജോൺ പറയുക. ശൂന്യതയായി കണ്ണു തുറന്ന് ഈ തിരുവോസ്തിയിലേക്ക് നോക്കിയിട്ട് നീ തന്നെയാണെന്ന് വിശ്വസിക്കുന്നു, എനിക്ക് തിരിച്ചറിയാവുന്ന അടയാളങ്ങളൊന്നും ഇതിലില്ല, പക്ഷെ ഞാൻ വിശ്വസിക്കുന്നു നീയാണ് കർത്താവ്, നീയാണ് ദൈവം, നീയാണ് പരമോന്നതൻ. ഈശോയെ, ഈ അപ്പക്കണത്തിലെല്ലാം നീയുണ്ട്, ഞാനും നിന്നിലുണ്ട്, നീ എന്നിൽ വസിക്കുന്നു, എനിക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ല. ഈ അപ്പം കാണുമ്പോൾ ഞാൻ തിരിച്ചറിയുന്നു കർത്താവേ, ഈ അപ്പത്തിൽ ഒരു കണമായി ഞാനുമുണ്ട്. അത് ഹൃദയം കൊണ്ട് ബോധ്യം ഉണ്ടാകുമ്പോൾ മാത്രമേ സമാധാനത്തിൽ എത്തിച്ചേരാൻ പറ്റൂ. അതുകൊണ്ട് സ്വർഗീയ നന്മകളെ, അനുഭൂതിപരമായ കാര്യങ്ങളെ, സ്വർഗീയ വരങ്ങളെയും ഉപേക്ഷിക്കണം, ആത്മീയ നന്മകളെ ഉപേക്ഷിക്കണം, സ്വർഗീയമായ ആശ്വാസങ്ങൾ ഉപേക്ഷിക്കണം, ഭൗമികമായ ആശ്വാസങ്ങൾ ഉപേക്ഷിക്കണം. അങ്ങനെ ആശ്വാസം ഏതുമില്ലാതെ ഒരു യാത്ര ദൈവത്തിലേക്ക്, ഇതൊന്നും കൊണ്ടല്ല, ഇതൊന്നും നേടാൻ വേണ്ടിയല്ല, ഇതിലൊന്നിലൂടെയുമല്ല ഞാൻ നിന്നെ ആരാധിക്കുന്നു, നീയാണ് പരമമായ സത്യം. അങ്ങനെ ഒരു യാത്ര ദൈവസന്നിധിയിലേക്ക് ഉണ്ടാകുമ്പോൾ അവിടെ ആത്മാവിന്റെ ദാനങ്ങൾ നമ്മെ സഹായിക്കും. 7 ദാനങ്ങൾ നമ്മെ സഹായിക്കുന്ന എങ്ങനെയാണ്? ജ്ഞാനം, ബുദ്ധി, അറിവ്, ആലോചന, ആത്മശക്തി, ദൈവഭക്തി, ദൈവഭയം എന്നിങ്ങനെ 7 ദൈവിക പുണ്യങ്ങൾ നമ്മെ സഹായിക്കും. ഇവയിലൂടെയാണ് ഒരു ആത്മാവിന് ദൈവത്തിന്റെ സന്നിധിയിൽ സന്നിഹിതമാകാൻ പറ്റുക, അല്ലെങ്കിൽ ദൈവത്തിന്റെ സന്നിധിയിൽ വ്യാപരിക്കാൻ പറ്റുക, ഒരു തിരിച്ചറിവുണ്ടാകുക. ജ്ഞാനം എന്നത് കേവലം അറിവല്ല, നമ്മളിൽ വസിക്കുന്ന ദൈവത്തിന്റെ ആത്മാവിന്റെ പ്രവൃത്തിയാണ്. ജ്ഞാനത്തിന്റെയും അറിവിന്റെയും നിധികളൊക്കെയും അവനിലാണ് ഒളിഞ്ഞിരിക്കുന്നത്. ആ ഒളിഞ്ഞിരിക്കുന്ന നിഗൂഢമായിരിക്കുന്ന ജ്ഞാനത്തെ, അറിവിനെ നമുക്ക് പ്രകാശിതമാക്കി തരുന്നത് ഈ പറഞ്ഞ ആത്മാവിന്റെ ദാനങ്ങളാണ്. അങ്ങനെ ആത്മാവിന്റെ ദാനങ്ങളിലൂടെ മുൻപോട്ട് പ്രയാണം ചെയ്യാൻ പറ്റും, ദൈവിക സന്നിധിയിൽ എത്തിച്ചേരാൻ പറ്റും. അവിടെ ദൈവിക പുണ്യങ്ങൾ നമ്മെ കാത്തിരിപ്പുണ്ട്. 3 ദൈവിക പുണ്യങ്ങൾ: വിശ്വാസം, ശരണം, ഉപവി. പരിശുദ്ധ ജപമാല അർപ്പിക്കുമ്പോഴും നമ്മൾ പ്രധാനമായിട്ട് പ്രാർത്ഥിക്കുന്നത് ഈ 3 പുണ്യങ്ങൾ ഉണ്ടാകാൻ വേണ്ടിയാണ്. ദൈവിക പുണ്യങ്ങളിൽ വളരാൻ, വിശ്വാസം എന്ന പുണ്യത്തിൽ വളരാൻ, ശരണം എന്ന പുണ്യത്തിൽ വളരാൻ, സ്നേഹമെന്ന പുണ്യം വർദ്ധിക്കാൻ. അങ്ങനെ ആത്മീയമായ മുന്നേറ്റം ഉണ്ടാകുന്ന ദൈവിക പുണ്യങ്ങളിലാണ്. ആ ദൈവിക പുണ്യങ്ങളും ധാർമ്മിക പുണ്യങ്ങളും നമ്മൾ എത്രത്തോളം വളരുന്നുവോ അത്രത്തോളമാണ് ശാശ്വതമായ വിരുന്നിൽ നമുക്ക് പങ്കുചേരാൻ പറ്റുക. അവിടെയാണ് ഫലദായകത്വം അനുഭവപ്പെടുക. ആത്മാവിന്റെ 12 ഫലങ്ങൾ ചൂടിയവരായിട്ട് നമുക്ക് കാണപ്പെടാൻ പറ്റണം. ദൈവാത്മാവിന്റെ 12 ഫലങ്ങൾ അനുഭവിക്കുകയും മറ്റുള്ളവർക്ക് അനുഭവപ്പെടുത്തുകയും ചെയ്യുന്ന ജീവിതമായിട്ട് മാറുമ്പോഴാണ് ശാശ്വതമായ ഗിരിയിൽ ദൈവിക സഹവാസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുക. ഈശ്വരേറ്റവും പ്രിയപ്പെട്ടവരെ, ഇത്തരമൊരു സഹവാസ അനുഭവത്തിലേക്ക് പ്രവേശിക്കാൻ നാം ഓരോരുത്തരും വിളിക്കപ്പെടുന്നുണ്ട് എന്ന യാഥാർത്ഥ്യമാണ് കർമ്മല മലകയറ്റം ഇരുണ്ട രാത്രി എന്ന് പറയുന്ന കൃതിയിലൂടെ, അല്ലെങ്കിൽ ആ കീർത്തനത്തിലൂടെ മിസ്റ്റർ ജോൺ ഓഫ് ദി ക്രോസ് ശ്രമിക്കുന്നത്. വേദപാരംഗതനായ വിശുദ്ധൻ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് ഒരു ശാശ്വതമായ പദ്ധതിയാണ്, ക്രിസ്തുവിൽ അവതരിപ്പിക്കപ്പെട്ട പദ്ധതിയാണ്. നമ്മുടെ ജീവിതത്തെ ആത്മീയമായി നവീകരിക്കാനും ക്രിസ്തുവിൽ മുൻപോട്ട് നയിക്കാനും കഴിയേണ്ടത് ഇത്തരം ഒരു ബോധ്യത്തിലാണ്. ഇവിടെ എന്ത് നേടുന്നുവെന്നോ, എന്ത് കിട്ടാതെ പോകുന്നുവെന്നോ, ആശ്വാസമുണ്ടെന്നോ, കഷ്ടതയാണെന്നോ എന്നുള്ളതൊന്നുമല്ലാതെ ഇതിനേക്കാളൊക്കെ അപ്പുറം ഞാൻ നിന്നിലാണെന്നും നീ എന്നിലാണെന്നുമുള്ള ബോധ്യത്തിലേക്ക് നമുക്ക് വളരാൻ പറ്റണം. ദൈവാത്മാവ് നമ്മിലുണ്ട്. മാമോദീസ വഴി 12 ഫലങ്ങൾ ചൂടി നിൽക്കുന്ന ആത്മാവ് നൽകപ്പെട്ടവരാണ് നമ്മൾ.
സ്നേഹം, ശാന്തി, ആനന്ദം, ദയ, ക്ഷമ, നന്മ, വിശ്വസ്തത, സൗമ്യത, ആത്മസംയമനം, അടക്കം, സഹനശക്തി, ശുദ്ധത എന്നീ 12 ഫലങ്ങളും കൊണ്ട് നിറഞ്ഞവരാണ് നമ്മൾ. അത് അനുഭവപ്രദമാകുന്നില്ല. അപ്പൊ നമ്മുടെ പ്രാർത്ഥനയിൽ പ്രധാനമായും ഉണ്ടാകേണ്ടത് ആത്മീയ ഫലങ്ങളുടെ സമൃദ്ധിയിൽ ദൈവ അനുഭവത്തിൽ ഉയരുന്നവരായി, ഈ ആത്മീയ ഫലങ്ങളെ പ്രകാശിപ്പിക്കുന്നവരായി ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ എന്നാണ്. അത് ദൈവാത്മാവിന്റെ പ്രവൃത്തിയാണ്. ദൈവസന്നിധിയിലേക്ക് നമുക്ക് തിരിയാൻ കഴിയണം. അതുകൊണ്ട് കേവലാശ്വാസങ്ങളിൽ കുടുങ്ങിപ്പോകാതെ, ഭൗതികമോ ആത്മീയമോ ആയ ആശ്വാസങ്ങളിൽ കുടുങ്ങിപ്പോകാതെ, ഈ നന്മകളെ അല്ല അന്വേഷിക്കേണ്ടതെന്നും പരമനന്മയായ ദൈവത്തിലേക്കുള്ള യാത്രയാണെന്നും ആ യാത്ര ഒരു ശൂന്യതയിലൂടെയാണെന്നും ഒരു ഇരുണ്ട രാത്രിയിലൂടെയാണെന്നും പ്രത്യേക അനുഭവങ്ങളിലൂടെ അല്ല, ഭൗമികമോ ഇന്ദ്രിയപരമോ ആയ അനുഭവങ്ങളിലൂടെയല്ല, ഹൃദയപരമായ ബോധ്യത്തോടെയാണ് യാത്ര ചെയ്യേണ്ടതെന്നും ശക്തമായ അവബോധം നമ്മിലുണ്ടാകണം. അപ്പോഴാണ് ജീവിതത്തിലെ ഏതവസ്ഥകളെയും അതിജീവിക്കുന്ന ആത്മാവിന്റെ പ്രവൃത്തി പ്രകടമാകുക, ദൈവിക പുണ്യങ്ങൾ നമ്മളിൽ ജ്വലിക്കുക, ധാർമ്മിക പുണ്യങ്ങൾ ജ്വലിക്കുക. അപ്പോഴാണ് ആത്മാവിന്റെ ഫലങ്ങൾ കൊണ്ട് നിറഞ്ഞ ഒരവസ്ഥയിൽ ശാശ്വതമായി വിരുന്നിൽ പങ്കുചേരാനായി നാം ദൈവസന്നിധിയിൽ എത്തിച്ചേരുക. അവിടെ ദൈവത്തെ സ്തുതിക്കുന്നവരായി, ദൈവത്തെ അനുഭവിക്കുന്നവരായി നിത്യകാലം ജീവിക്കാൻ കർത്താവെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അത്തരമൊരു ബോധ്യത്തിലേക്ക് ഞങ്ങളെ നയിക്കണമേ എന്ന് ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കാം. സാധാരണഗതിയിൽ നിങ്ങളിത് കേൾക്കുമ്പോൾ ഇത് കഠിനമാണെന്ന് തോന്നും. കഠിനമല്ല, വളരെ ലളിതമായ കാര്യമാണ്. കാരണം നിങ്ങൾ തേടുന്ന ഈ താൽക്കാലികതകൾക്കപ്പുറം, അനുഭവപരതയ്ക്കപ്പുറം യാഥാർത്ഥ്യത്തിൻ്റെ ഒരു ലോകമുണ്ടെന്ന് ഹൃദയത്തിൽ ഉറയ്ക്കുമ്പോൾ മാത്രമേ നമുക്ക് നിത്യതയിലേക്കുള്ള യാത്ര, ഇടുങ്ങിയ വഴിയിലൂടെയുള്ള യാത്ര ഫലപ്രദമായി അനുഭവിക്കാൻ കഴിയൂ, എത്തിച്ചേരാൻ കഴിയൂ. അത്തരമൊരു അനുഭവതലം ഹൃദയത്തിൽ ഉയരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ ജോൺ ഓഫ് ദി ക്രോസിന്റെ മാധ്യസ്ഥവും സഹായവും പ്രത്യേകമായി ഏവർക്കും ഉണ്ടാകട്ടെ. ആത്മീയ വഴിയിൽ ഏവരും പുരോഗമിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.